നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അറ്റോമിക് ഓർഗനൈസേഷൻ്റെ ഒരു നടപടികളെയും ഇറാൻ അനുസരിക്കേണ്ട കാര്യമില്ല. ഇറാന് ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായി മുന്നോട്ട് പോകാം. റഷ്യ ചോദിക്കുന്നു, ആരാണ് ഇറാനെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നത്? വാങ്ങിച്ചു കെട്ടിയതിനൊന്നും കയ്യും കണക്കുമില്ല. ഇറാനെ ആക്രമിച്ച് തകർത്ത് കളയാം, റെജീം ചേഞ്ച് ഉണ്ടാക്കാം, ഇറാനെ പരിപൂർണമായി നിയന്ത്രണത്തിലാക്കി അവിടെ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരാം എന്ന് വിചാരിച്ച നെതന്യാഹു പേടിച്ച് വിരണ്ടിരിക്കുകയാണ്. ഇസ്രയേൽ എപ്പോൾ വേണമെങ്കിലും ഭസ്മമാകാം, ചാരമാകാം, ചാമ്പലാകാം. ഇസ്രയേലിൽ 25,000 സ്ക്വയർ കിലോമീറ്ററിൽ താമസിക്കുന്ന 85 ലക്ഷം ആളുകളും വെന്തുരുകാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട്. മൊസാദിൻ്റെ കേന്ദ്രങ്ങൾ തകരുകയാണ്. മൊസാദിൻ്റെ സിസ്റ്റം തന്നെ ഹാക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. അത്യാധുനിക സംവിധാനങ്ങൾ ഇറാൻ ഉപയോഗിക്കുന്നു. ഇറാൻ അവർ ഇന്നേ വരെ തുറന്നു കാട്ടാത്ത അസാമാന്യമായ അവരുടെ ഒളിത്താവളങ്ങൾ, 60 മുതൽ 100 വരെ മീറ്റർ ആഴത്തിലുള്ള ഇറാൻ്റെ വളരെ ഉരുക്ക് കോട്ട പോലെയുള്ള അണ്ടർഗ്രൗണ്ടുകൾ, അതായത് ഭൂഗർഭ അറകൾ, അവിടെ കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മിസൈലുകൾ, അത്യാധുനിക സംവിധാനങ്ങൾ, റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനങ്ങൾ. ഇറാനെ തല്ലി തകർക്കാൻ ഒരുമ്പെട്ട് അമേരിക്കയും ഇസ്രയേലും ഇറങ്ങുമ്പോൾ ഇറാന്റെ ശേഖരണം എത്രത്തോളം എന്ന് അളന്ന് കുറിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു ശത്രുവുമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എതിരാളിയുമായി പോരാട്ടത്തിനിറങ്ങുമ്പോൾ ആവേശവും വെല്ലുവിളിയും ഒക്കെ നല്ലത് തന്നെ. പക്ഷേ ആ എതിരാളിയുടെ ശേഷി എത്രത്തോളം ഭീകരമാണ്, അല്ലെങ്കിൽ എതിരാളിക്ക് ഏതൊക്കെ വഴിയിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ ആഘാതമുണ്ടാക്കാൻ കഴിയുമെന്നത് കണക്കൂട്ടി മുന്നോട്ട് പോകേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട്. അത് മനസ്സിലാക്കുന്നതിൽ ഇസ്രയേൽ പരിപൂർണമായി പരാജയപ്പെട്ടു, അമേരിക്ക ഭാഗികമായി പരാജയപ്പെട്ടു. അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ തോൽവി ഉണ്ടാകില്ലെങ്കിലും ആഘാതം വളരെ കനത്തതാണ്. കാരണം ഈ ഒരു സാമ്പത്തിക സാഹചര്യം കീഴ്മേൽ മറിഞ്ഞ് അമേരിക്കയുടെ ഡോളറിൽ എന്തെങ്കിലും പറ്റിയാൽ, അമേരിക്കയുടെ വ്യാപാര സംവിധാനങ്ങളെ പ്രതികൂലമായി ബാധിച്ചാൽ, അമേരിക്കയുടെ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത തകർക്കാൻ ഇറാന് കഴിഞ്ഞാൽ അതിൽ പരം എന്ത് വിജയമാണ് വേണ്ടത്? താൽക്കാലികമായി അത് ഒരു ഫാർ റീച്ചിങ് എഫക്റ്റിലേക്ക് കൊണ്ടുപോകാനാണ് ഇറാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വരും ദിവസങ്ങളിലും യുദ്ധം നീണ്ടുപോയാൽ അതിൻ്റെ പരിപൂർണമായ ആഘാതം അമേരിക്കയ്ക്ക് നല്ല തോതിൽ കിട്ടും. കാരണം ഇറാൻ ജീവിക്കണ്ട എന്ന് വിചാരിച്ചിറങ്ങിയാൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം കണക്ക് കൂട്ടുന്നതിലും അപ്പുറത്തേക്കായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ റെജീം ചേഞ്ചിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഇറാൻ ഒരു ഡെമോക്രാറ്റിക് രാജ്യമേ അല്ല. അവിടെ ഭരണം നിർവഹിക്കുന്നത് പരമോന്നതകാരിയായ മൊജ്തബ ഖമീനിയാണ്, ആയത്തുള്ള അലി ഖമീനിയുടെ പുത്രൻ. അവിടെ ഒരു ഫെഡറൽ സംവിധാനത്തിലേക്കുള്ള ഗവൺമെന്റ് അല്ല. പക്ഷെ ജനങ്ങളുടെ ക്ഷേമമെല്ലാം പരമാവധി സംരക്ഷിച്ച് പിടിക്കാൻ ഖമീനിയുടെ മകൻ ശ്രമിക്കും. എന്നാൽ ഒരു പരിധി വിട്ട് അമേരിക്ക ആക്രമിക്കാൻ തന്നെയാണ് വീണ്ടും വീണ്ടും മുതിരുന്നതെങ്കിൽ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് കരുതി വെച്ചിരിക്കുന്ന ആയുധ ശേഖരണമൊന്നും പോരാ മൊജ്തബ ഖമീനിയെ തളയ്ക്കാൻ. ഇറാനിലെ പല പ്രമുഖരെയും അമേരിക്കയും ഇസ്രയേലും ചതിയിലൂടെ, വഞ്ചനയിലൂടെ വധിച്ചുവെങ്കിലും അതിനൊന്നും ഒരു പര്യവസാനമാകുന്നില്ല. റെജീം ചേഞ്ചും കൊള്ളയടിയും ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള അവരുടെ വിശ്വാസ്യതയും എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു.